ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ 2025 അവസാന ദിവസത്തെയും നമ്മുടെ 2026 ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആള് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇന്ന് വർഷത്തെ അവസാനത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി മൊത്തത്തിലൊന്ന് നടന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനങ്ങനെ രാവിലെ പുറത്തോട്ട് ഇറങ്ങാറില്ല. വേറെ ഒന്നുമല്ല, കാരണം ഈ ജനൽ ഉറക്കുമ്പോൾ ഒരു മഞ്ഞുണ്ട്, ഭയങ്കര മഞ്ഞാണ് കേട്ടോ രാവിലെ ചെന്ന് വാതിൽ ഉറക്കുമ്പോൾ. അപ്പോൾ മോനും കൂടെ ചാടി ഇറങ്ങുന്നത് കൊണ്ട് അവൻ എപ്പോഴും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ പുറത്തല്ല ആദ്യം ഇറങ്ങാറുള്ളത്. ഞാൻ ആദ്യം ഒന്ന് ഈ മഞ്ഞൊക്കെ മാറി നന്നായിട്ട് വെയിൽ വന്നതിന് ശേഷം ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഇന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങി അടുക്കളയിൽ വന്ന് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ ഇട്ടു തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ പുതിയ വർഷമാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വീടൊക്കെ ഒന്നുകൂടെ ഒന്ന് അടിച്ചിടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും വലിയ അഴുക്കൊന്നുമില്ല, ഡീപ് ക്ലീനിങ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഒന്ന് മുറ്റമൊക്കെ അടിച്ചിടാനായിട്ട് അത്യാവശ്യം ഇലയും കാര്യങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇപ്പം നന്നായിട്ട് മരത്തിൽ നിന്ന് ഇലയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ. ഇത് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇഡലി ഞാൻ തട്ടിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചു. എന്നിട്ട് മാവൊക്കെ നല്ലോണം കലക്കിയെടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ഇന്നലെ ഞാൻ കലക്കി വെച്ച മാവായിരുന്നു, പക്ഷേ കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇഡലിക്ക് വേണ്ട മാവിൻ്റെ പരുവത്തിലായിരുന്നില്ല, ദോശയുടെ പരുവത്തിലായിരുന്നു കേട്ടോ മാവിരുന്നത്. എന്തായാലും എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമുക്ക് ഒരു 3 തട്ടിലത്തേക്ക് മതി. മോന് രാത്രിത്തേക്കും നമുക്ക് രാവിലത്തേക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് ഇന്ന് സാമ്പാറൊന്നുമല്ല, ചട്നി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നിയല്ല, അല്ലാണ്ട് നമ്മുടെ തക്കാളിയും സവോളയും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അതൊക്കെ ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ. ഇതിങ്ങനെ എപ്പോഴും ഇവിടെ വെക്കാറില്ല. ഇവിടെ കൂടുതലും വെക്കുന്നത് തേങ്ങാ ചട്നിയാണ് വെക്കുന്നത്, ചമ്മന്തിയാണ് വെക്കാറുള്ളത്. ഇത് വല്ലപ്പോഴാണ് ഞാൻ വെക്കാറുള്ളത്, പക്ഷേ അത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിലെല്ലാം കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പൊടികളെല്ലാം കൂടെ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും സോഫ്റ്റ് ആകുമെന്ന് പ്രതീക്ഷയില്ല, കുറച്ചൊന്ന് ലൂസായി പോയതുകൊണ്ട്. ഇഡ്ഡലി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെ എടുത്തൊന്ന് നല്ലോണം അരച്ചെടുത്തു. ഒരുപാട് അങ്ങ് ഭയങ്കര പേസ്റ്റായിട്ട് അരച്ചില്ല, എന്നാൽ ഒരുപാട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അരച്ചില്ല, ആ ഒരു രീതിയിൽ അരച്ചെടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണം താളിക്കാൻ. അപ്പം ഞാൻ കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. എന്നിട്ട് മോന് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി രാവിലെ കിടന്ന പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഒരുപാടായി പോകില്ല എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി തട്ട് കഴുകുന്നതിന് ടാസ്ക് ആയിട്ടുള്ള കാര്യമെങ്കിലും ഞാനത് കഴുകിയെടുത്തു. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതും പിന്നെ അല്ലാണ്ട് ഞാൻ അവിടെ ഓരോന്ന് ചെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ സ്ലാബ് ഒരുമാതിരി ഒരു മോശമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് തുടച്ചിടാം, ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഞാൻ ഇഡ്ഡലിയും എൻ്റെ കറിയും ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ടല്ല കയറിയത്, ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്കുള്ളതൊന്നും ആയിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തുണി അലക്കിയതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് മടക്കി വെക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും മോൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നത്. ആളുടെ ഓഫീസിലെ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് മേശയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി അലക്കിയിട്ട തുണി മേളിൽ കിടപ്പുണ്ട്, ആദ്യം ഞാൻ അതും കൂടെ എടുത്തിട്ട് മടക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാടായി കണ്ടാൽ എനിക്ക് തന്നെ മടിയാവും. അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന തുണിയെല്ലാം മടക്കി എടുത്ത് വെക്കേണ്ടിടത്തൊക്കെ വെച്ചു. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എല്ലായിടത്തും ഒതുക്കിയൊക്കെ വെച്ച് അവിടെ ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ ഇസ്തിരി പെട്ടിയൊക്കെ തേച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കേണ്ടിടത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഡീപ്പ് ക്ലീനിങ് അല്ല, പൊടി അടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് വീട് മൊത്തത്തിലൊന്ന് ഒതുക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് അങ്ങനെ അവിടുത്തെ റൂം ഒതുക്കിയതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ കിടക്കുന്ന റൂമിലോട്ട് വന്നാണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്ന് എല്ലാം തട്ടിക്കുടഞ്ഞൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും മോനെ കൂടെ നിർത്തിയാണ് കേട്ടോ എല്ലാം ചെയ്യാറുള്ളത്. കണ്ട് കുറേയൊക്കെ ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് ബെഡ് വിരിച്ചു കഴിഞ്ഞാൽ അവിടെ ബെഡിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആൾ കറക്റ്റായിട്ട് എടുത്തു കൊടുത്താൽ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ എടുത്ത് കൊടുത്തില്ലെങ്കിലും ആൾ തനിയെ എടുത്ത് കൊണ്ടൊക്കെ വെക്കാറുണ്ട്. ഇപ്പം ഞാൻ തലേണയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൊണ്ട് വെക്കും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവനെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇപ്പോൾ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അവരും അതൊക്കെ ചെയ്തൊക്കെ വരണമല്ലോ. അതിന് ഭയങ്കര സന്തോഷമാണ്. അവൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോഴൊക്കെ അത് ചെയ്യാനും അതൊക്കെ. ഇതിങ്ങനെ എല്ലാം അടുക്കിയൊന്നും വെക്കാറില്ല, എന്നാലും വെക്കേണ്ടടുത്തൊക്കെ കൊണ്ടങ്ങനെയൊക്കെ വെക്കാറുണ്ട്. മോൻ അവിടെ ഇരുന്ന് കളിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൂം ബെഡൊന്നും തട്ടി കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇപ്പുറത്തെ റൂം കൂടെ ഒന്നൊന്ന് തട്ടിയൊക്കെ കുടഞ്ഞ് വിരിച്ചു. അപ്പോഴേക്കും ആൾക്ക് പിന്നെ അമ്മയെ കാണണം, അമ്മയുടെ കയ്യിലിരിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ആളിങ്ങനെ എഴുന്നേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ എടുത്ത് വെച്ച് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഇനി വീട്ടിൽ ഉച്ചത്തേക്കുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, എന്തായാലും ഉച്ചത്തേക്കുള്ളതാക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മോനെ TV ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ
അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെയുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പം അതിൻ്റെ അല്ല, ഇതല്ലാണ്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി ടി വിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മീനും വെള്ളത്തിലെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും എടുത്തിട്ടു. ഞാൻ പിന്നെ വേഗം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിയൽ പിന്നെ ഒരു രസം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മീൻ രസവും അവിയലും ഉള്ളതുകൊണ്ട് ഇന്ന് കറി വെക്കുന്നില്ല, വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2025 ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 2025 എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര ഭയങ്കര മോശമായിട്ടുള്ള വർഷമാണോ എന്ന് ചോദിച്ചാൽ അത്ര ഭയങ്കര മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് പൈസ ഇടപാടുകളൊക്കെ നടക്കാനുണ്ടായിരുന്നതൊന്നും അങ്ങനെ നടക്കാനും, അങ്ങനത്തെ കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നല്ല രീതിയിൽ പോയ വർഷമായിരുന്നില്ല. ഭയങ്കര മോശമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയായിരുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു കുറച്ച് നമ്മൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ 2025 കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നടന്നില്ല. അപ്പം അതിൻ്റെതായ ഒരു ടൈറ്റ് നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരിൽ നിന്ന് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നും കിട്ടിയ വർഷവും ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവിയലിനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി അതിനെ ഞാൻ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. ഇനി രസം വെക്കണം. അപ്പം ഞാൻ എൻ്റെ രസം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട്, നമ്മൾ ഈ സദ്യയിലൊക്കെ കുടിക്കുന്ന രസമില്ല, അതാണ് ഞാൻ വെക്കാറുള്ളത്. എല്ലാം കൂടെയൊക്കെ ഇട്ട് അരച്ചിട്ട് അങ്ങനെ വെക്കുന്ന രസം, അതുപോലെ ഈ ജീരകം ചേർത്തിട്ടുള്ള സംഭവം, അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കണം. എനിക്ക് അങ്ങനത്തെ രസമാണ് ഇഷ്ടം. അതിന് ഞാൻ കുറച്ച് പിന്നെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റും. അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. എനിക്ക് രസത്തിൽ കായത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ല ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊടി മൂപ്പിച്ചിട്ട് ഞാൻ പുളി വെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കും. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എല്ലാം കൂടെ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും എൻ്റെ രസം റെഡിയാവും. ഒരുപാട് ചേരുവയൊന്നും ചേർത്തിട്ടുള്ള രസമൊന്നും ഇഷ്ടമല്ല കേട്ടോ. രണ്ടും ഒതുക്കിയിട്ട് ഞാൻ തിരിഞ്ഞപ്പോൾ ഇതായിരുന്നടാ എൻ്റെ കണ്ണിലെ കാഴ്ച. ആള് ടി വി കണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനെ പതുക്കെ വന്ന്, എന്തായാലും നമുക്ക് ഇങ്ങനെ സോഫയിൽ കിടത്താൻ പറ്റില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ മോനെ എടുത്ത് കൊണ്ടുപോയി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പാവം തോന്നി കേട്ടോ. ഞാൻ വീണ്ടും ഓടി വന്ന് അങ്ങ് അടുക്കളയിൽ കയറി. ഇനി മോൻ എണീക്കുന്നതിന് മുന്നേ മീനും കൂടെയൊക്കെ സെറ്റാക്കണം. ഒന്ന് അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അവൻ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വേഗം മീനൊക്കെ അറുത്ത് എടുത്ത് മസാലയൊക്കെ പുരട്ടി ഞാൻ അതിനെ അങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് കളയണം. പിന്നെ നമ്മുടെ സിങ്ക് കഴുകുക, അങ്ങനത്തെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു. ഇതിൽ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്നാലും ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് സ്ലാബൊക്കെ ആദ്യം ഒന്ന് തുടച്ചൊക്കെ എടുത്ത് കേട്ടോ. ഇനി ഇതൊക്കെ ഇറക്കിയതിന് ശേഷം തണുത്തിട്ട് വേണം നമുക്ക് ഗ്യാസ് സ്റ്റവ് കൂടെ ഒന്ന് തുടച്ചെടുക്കാൻ. കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അലക്കി കൊണ്ടുപോയി വിരിച്ചു. ഇനിയിപ്പോൾ നാളെ എന്തായാലും പുതിയ വർഷമാണല്ലോ, അപ്പോൾ ഈ വർഷത്തൊന്നും നാളത്തേക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരുന്ന തുണികളെല്ലാം എടുത്തിട്ട് അലക്കി കേട്ടോ. ഞാൻ വെയിൽ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാലും മോൻ ഉറങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി വിരിച്ചു. അല്ലെങ്കിൽ ഈ വെയിലത്ത് കൂടെ എൻ്റെ കൂടെ കയറി വന്നിട്ട് ഈ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ജലദോഷവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അവന് തുണി വിരിച്ചിട്ട് വേണം ഇനി വീടൂടെ ഒന്ന് അടിച്ചിടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു ദിവസമാണെങ്കിലും ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് പണിയുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടി. വൃത്തിയാക്കിയിട്ട് തീരാത്ത പോലൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ വേഗം നമ്മുടെ വീടിനകമൊക്കെ ഒന്ന് അടിച്ചെടുത്തു. സത്യത്തിൽ ചെറുതായിട്ടുള്ള ചെറിയ രീതിയിൽ ഇങ്ങനെ ഉറുമ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു വീടിനകത്ത്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ കുറേ സമയം മഴ മൂടി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്. പിന്നീട് അതങ്ങ് മാറി വെയിലാവുമായിരുന്നു. ഉണ്ടാണോ എന്നറിയില്ല, ഇച്ചിരി ഉറുമ്പൊക്കെ വന്ന് വീട്ടിൽ വന്ന് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഉറുമ്പിനെയൊക്കെ ഞാനങ്ങ് അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് സ്റ്റവ് ഒക്കെ തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഗ്യാസ് സ്റ്റവും എല്ലാം കൂടെയൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് സമയം പോയി കിടന്ന്. എനിക്ക് എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്ക് എന്തോ റെസ്റ്റ് ഇല്ലാണ്ട് എന്തൊക്കെയോ ചെയ്യായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം മോൻ്റെ കൂടെ പോയി കിടന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അവൻ എഴുന്നേറ്റപ്പോഴാണ് ഞാനും കൂടെ എഴുന്നേറ്റത് കേട്ടോ. മോനും ഒരുപാട് സമയമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ എന്നെ വിളിച്ചപ്പോഴേക്കും അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങ് എത്താറായി എന്ന് ഞാനിങ്ങനെ മോനോട് പറഞ്ഞപ്പോഴേക്കും പിന്നെ എന്നെ കൊണ്ട് ഈ വെയിലത്ത് ഇവൻ പുറത്തു പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇവനെ വെച്ചിട്ട് ആൾ വരുന്നത് വരെ പുറത്ത് നിൽപ്പായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് ആളിങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്ന് ഒന്ന് കുളിക്കാൻ കയറിയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്ക് സൈഡ് ഭയങ്കര വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. നല്ലോണം ഇലയൊക്കെ നിറഞ്ഞിട്ട് ഒരു ദിവസത്തെ ഇലയുണ്ട് ഈ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇല വീണുകൊണ്ടിരിക്കും. മുറ്റം അടിച്ചില്ലെങ്കിൽ ഒരു മാസമായിട്ട് വീട്ടിൽ ആളില്ലാത്ത പോലെ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഡെയിലി അടിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട് സമയം.
ാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് തണലും വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ബാക്ക് സൈഡ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ആൾ കുളിച്ച് കയറി വരുന്നതിന് മുന്നേ ഒന്ന് ഈ സൈഡ് മാത്രം ഒന്ന് അടിച്ചിട്ടാൽ അത്ര ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാടി ഇറങ്ങി മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്. ഒരുപാട് ഇല ഉണ്ടെങ്കിൽ എനിക്ക് പക്ഷേ മുറ്റം അടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താ ഒരുപാട് ഇലയുള്ള മുറ്റമൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും ഈ ഇലയൊക്കെ മാറിയിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു മുറ്റം നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതിൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ മുറ്റമടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാനെന്നുള്ളത് പറയണേ. ഇലയൊക്കെ അടിച്ചു കൂട്ടി ഞാൻ അപ്പം തന്നെ അങ്ങ് കത്തിച്ചൂടെ കൊടുത്തു. എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലും വരുന്നുണ്ട്, മേഘം വരുമ്പോഴേക്കും തണലും വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു. തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ആ മുറ്റം നിന്നിങ്ങനെ നോക്കും. ക്ലീൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു മുറ്റം ഉണ്ടല്ലോ, അത് കുറച്ച് സമയം ഞാൻ നിന്നിങ്ങനെ ആസ്വദിക്കും. മുറ്റോടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോളും ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോൾ. അതുകൊണ്ട് പിന്നെ രാവിലെ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രാവിലെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും അവിടെ അവര് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്ക് ഏകദേശം വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 12:30-12:45 എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും മോനും അവിടെ കളിയായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടും എനിക്കിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ചോറും വിളമ്പി നമ്മുടെ അവിയലും പിന്നെ രസവും വറുത്ത മീനും എല്ലാം കൂടെയൊക്കെ എടുത്ത് ഞാൻ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് ഒരു 3-3:30 വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ നമ്മളെല്ലാവരും കൂടി അങ്ങനെ കളിച്ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഫ്രണ്ട് സൈഡും ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് മുറ്റമൊക്കെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നെറ്റിൻ്റെ പുറത്തോട്ട് ഞാൻ അടിക്കുന്നില്ല. കുറച്ച് ഇലയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അടിക്കുന്നില്ല കേട്ടോ. ഞാനത് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അടിക്കാറുള്ളൂ പുറത്തോട്ട്. അല്ലാണ്ട് വീടിനുള്ളിൽ, അതായത് നമ്മുടെ ഈ മതിലിനുള്ളിലാണ് എപ്പോഴും അടിച്ചൊക്കെ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നല്ലോണം ഇലയുണ്ട്. അടിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും പിന്നെ തെങ്ങ് നട്ടിരിക്കുന്നതിൻ്റെ കുഴിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സൈഡ് അടിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചു കഴിയുമ്പോഴേക്കും ആ മുറ്റം കാണാൻ ഒരു രസമാണല്ലോ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മണ്ണും കൂടെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട് എനിക്ക് ഈ ഇലയൊക്കെ അടിച്ച് മാറ്റി കഴിയുമ്പോഴേക്കും മുറ്റത്തിനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ടും ഞാൻ ആസ്വദിച്ച് അതും അങ്ങ് ചെയ്തു. കണ്ടോ, ഇല കണ്ടോ, ഇത്രയും ഇല ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതും ഞാൻ അടിച്ചു കൂട്ടി അപ്പം തന്നെ തീയും ഇട്ട് കൊടുത്തോട്ടോ. പിന്നെ മീൻ കിടക്കുന്ന ആ ഒരു കുളത്തിൽ കുറച്ചധികം ഇലയും കാര്യങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഞാനത് വൃത്തിയാക്കി കൊടുത്തിട്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആയിട്ട് അവർക്ക് വേണ്ടേ പാവം വൃത്തിയുള്ള കുളം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി. പിന്നെ മേളിൽ കിടന്ന തുണിയൊക്കെ കൊണ്ടുപോയി അകത്ത് കൊണ്ടുവന്നിട്ട് അപ്പം ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം പോയി കുടിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം മോനെ വീട്ടിലാക്കിയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ അടച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോയാൽ എപ്പോഴേ തിരിച്ചു വരണേന്ന് അറിയാത്തത് കൊണ്ട് തുറന്നിട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനി ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നാളത്തേക്ക് വീട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ എപ്പോഴും കാണുന്ന കലാപരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. അച്ഛൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ നിലവിളിയും ബഹളമൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ഇവിടെയുണ്ട്. മോൻ്റെ കയ്യിലുള്ള 2 വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല വണ്ടിയാണോ എന്നൊക്കെ പറയണം. മോനെ ആക്കിയിട്ട് നമ്മൾ പോയി വന്നിട്ടുണ്ടായിരുന്നു. സാധനമൊക്കെ വാങ്ങിച്ചപ്പോൾ ആളവിടെ TV ഒക്കെ കണ്ട് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോൾ അകത്ത് മുഴുവനും ഉറുമ്പായിരുന്നു കേട്ടോ. അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും 10 വഴിക്ക് അത് ഓടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് തീയിട്ട് കളയാം, അല്ലാണ്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പേപ്പറൊക്കെ എടുത്ത് നന്നായിട്ട് കത്തിച്ച് അതിനെല്ലാം കളഞ്ഞു. മീറും പിന്നെ വേറെന്തോ ഒരു ഐറ്റം ഉറുമ്പും, അങ്ങനെ 2 സെറ്റ് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടിടത്തായിട്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ കത്തിച്ചൊക്കെ കളഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു. ഈ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ഉറുമ്പിനെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വീണ്ടും ഉറുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് അങ്ങ് അടിച്ചങ്ങ് കളഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെല്ലാവരും കഴിച്ചു. എന്നിട്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി പാത്രങ്ങളെല്ലാം കഴുകി. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഈ അടുക്കള ക്ലോസ് ചെയ്ത് അങ്ങ് കിടക്കാനുള്ള പരിപാടിയായിരുന്നു ഞാൻ. അങ്ങനെ അടുക്കള ക്ലോസ് ചെയ്ത് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരാൾ ഒളിച്ചു കിടപ്പുണ്ട്. മോൻ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അച്ഛനും മോനും ഇവിടെ ഭയങ്കര കളിയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു വർഷമേ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ പുതിയ വർഷത്തിലോട്ട് കിടക്കുകയാണല്ലേ. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.